സുധാകരനെ മാറ്റിയാൽ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നത് നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകും. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തുക എന്നതാണ് ദുഷ്കരമായ ദൗത്യം. അതേസമയം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് കടിച്ചു തൂങ്ങാനില്ലെന്ന് കെ സുധാകരൻ മറുപടി നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ പിൻബലം മുതിർന്ന നേതാക്കളുടെ പിന്തുണ തന്നെ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K മുരളീധരനും സുധാകരൻ തുടരട്ടെ എന്ന നിലപാടിലാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സുധാകരനെ മാറ്റി KPCC-യിൽ സമഗ്ര അഴിച്ചുപണി വേണമെന്ന നിലപാടിലും. MM ഹസൻ, KC ജോസഫ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരും സതീശനൊപ്പമെന്നാണ് സൂചന. അതേസമയം AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 1 ഡസനിലേറെ നേതാക്കളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ആന്റണിയുടെ നീക്കം. സമുദായ സംഘടനകൾ ഒപ്പമുണ്ടെന്ന നിലപാടിൽ അടൂർ പ്രകാശും പഴയ A ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന അവകാശവാദവുമായി ബെന്നി ബെഹനാനും തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയും മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറും ശരത് ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള അഴിച്ചുപണിയിലേക്ക് കടന്നാൽ ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണമെന്നതാകും നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെയും നേതാക്കളെയും ആവേശത്തിലാക്കി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവരിൽ ആർക്കാകും എന്നതാണ് കടുത്ത തീരുമാനത്തിന് മുതിർന്നാൽ ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്ന പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18.